പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇറാൻ അനുകൂലികളായ ഇന്ത്യക്കാർ സമൂഹമാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചരണം നടത്തിയതിനാൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ UAE ഉത്തരവിട്ടു. UAEയിൽ 19 ഇന്ത്യക്കാരെ ഉടൻ അറസ്റ്റ് ചെയ്യും. 35 പേരെ അറസ്റ്റ് ചെയ്യാൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഉത്തരവിട്ടു കഴിഞ്ഞു. നിലവിലുള്ള പ്രാദേശിക സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്രിമ ദൃശ്യങ്ങളും വിവരണങ്ങളും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് പ്രചരിപ്പിച്ചതായി അന്വേഷണത്തിൽ തെളിഞ്ഞതിനെ തുടർന്ന് പ്രതികൾ വിചാരണ നേരിടേണ്ടി വരുമെന്ന് UAE അധികൃതർ അറിയിച്ചു. രണ്ടു ഭാഗങ്ങളായാണ് നടപടി. ഏറ്റവും പുതിയ പട്ടികയിൽ 17 ഇന്ത്യക്കാർ ഉൾപ്പെടെ വിവിധ രാജ്യക്കാരായ 25 വ്യക്തികൾ ഉൾപ്പെടുന്നുണ്ട്. 2 ഇന്ത്യക്കാർ ഉൾപ്പെടെ 10 പേരെ ശനിയാഴ്ച അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടിരുന്നു. വ്യാജ വിവരങ്ങളുടെയും കൃത്രിമ ഉള്ളടക്കത്തിന്റെയും വ്യാപനം തടയുന്നതിനായി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളെ കർശനമായി നിരീക്ഷിച്ചതിന്റെ ഭാഗമായാണ് ഈ നടപടിയെന്ന് UAE അറ്റോർണി ജനറൽ ഡോക്ടർ ഹമദ് സെയ്ഫ് അൽ ഷംസ് ഒരു പ്രസ്താവനയിൽ പറഞ്ഞു. സൈനിക നടപടികളുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വീഡിയോകൾ പ്രചരിപ്പിച്ചതും AI ഉപയോഗിച്ച് വീഡിയോകൾ നിർമ്മിച്ചതും കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. രാജ്യത്തിന്റെ വ്യോമാതിർത്തിയിൽ മിസൈലുകൾ കടന്നുപോകുന്നതും നശിപ്പിക്കുന്നതും പ്രചരിപ്പിച്ചു. പൊതുജനങ്ങളുടെ ഉത്കണ്ഠയും പരിഭ്രാന്തിയും ഉയർത്തുന്ന രീതിയിൽ ശബ്ദ ഇൻഫെക്റ്റുകൾ ചേർത്തു തുടങ്ങിയവയും കുറ്റകൃത്യങ്ങളിൽ പെടുന്നുണ്ട്. സുരക്ഷാ ഭീഷണികളെ തെറ്റായി സൂചിപ്പിക്കുന്ന വീഡിയോകളിൽ കുട്ടികളുടെ വികാരങ്ങൾ ചൂഷണം ചെയ്യുന്നതും ഉൾപ്പെടുന്നുണ്ട്. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, ഈജിപ്ത്, ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് പ്രതിപട്ടികയിലുള്ളത്. UAEയിൽ ഇത്തരം പ്രവർത്തികൾ നിയമപ്രകാരം കുറഞ്ഞത് 1 വർഷം തടവും കുറഞ്ഞത് 1 ലക്ഷം ദിർഹം പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. 5 ഇന്ത്യക്കാർ, 1 പാകിസ്ഥാനി, 1 നേപ്പാളി, 2 ഫിലിപ്പീനികൾ, 1 ഈജിപ്ഷ്യൻ എന്നിവർ ഉൾപ്പെടുന്ന 10 പ്രതികളുടെ ആദ്യ സംഘം രാജ്യത്തിന്റെ വ്യോമാതിർത്തിയിൽ മിസൈലുകൾ കടന്നു പോകുന്നതും തടയുന്നതും അല്ലെങ്കിൽ അതിന്റെ ഫലമുണ്ടാക്കുന്നതായ ആഘാതവും രേഖപ്പെടുത്തുന്നത് ആധികാരിക വീഡിയോ ക്ലിപ്പുകൾ പ്രസിദ്ധീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. ഈ സംഭവങ്ങൾ നിരീക്ഷിക്കുന്ന വ്യക്തികളുടെ ഒത്തുചേരലുകളും അവർ ചിത്രീകരിച്ചു. പൊതുജന ഉത്കണ്ഠയും പരിഭ്രാന്തിയും ഉളവാക്കുന്നതിനായി സജീവമായ ആക്രമണങ്ങളെ സൂചിപ്പിക്കുന്ന വ്യാഖ്യാനങ്ങളും ശബ്ദ ഇഫക്റ്റുകളും ചേർത്തു. ഇത്തരം ദൃശ്യങ്ങൾ പ്രതിരോധ ശേഷികൾ തുറന്നു കാട്ടുന്നതിനും തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരണങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് ശത്രുപരമായ വിവരങ്ങൾ അനുവദിക്കുന്നതിനും സാധ്യതയുണ്ടെന്ന് പ്രസ്താവനയിൽ പറഞ്ഞു. 5 ഇന്ത്യക്കാരും നേപ്പാൾ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓരോ വ്യക്തിയും ഉൾപ്പെടുന്ന 7 വ്യക്തികൾ ഉൾപ്പെടുന്ന രണ്ടാമത്തെ ഗ്രൂപ്പ് UAEയിൽ നടന്നതായി തെറ്റായി അവകാശപ്പെട്ട് AI ഉപയോഗിച്ച് സൃഷ്ടിച്ചതോ രാജ്യത്തിന് പുറത്തുള്ള സംഭവങ്ങളുടെ പുനഃക്രമീകരിച്ചതോ ആയ ദൃശ്യങ്ങൾ പ്രസിദ്ധീകരിച്ചു. തെറ്റായ അവകാശവാദങ്ങൾക്ക് വിശ്വാസ്യത നൽകുന്നതിനും പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനുമായി പലപ്പോഴും ദേശീയ പതാകകളോ നിർദ്ദിഷ്ട തീയതികളോ ഉൾപ്പെടുന്ന സ്ഫോടനങ്ങളുടെയും മിസൈലുകളുടെയും കൃത്രിമ ദൃശ്യങ്ങൾ ഈ ക്ലിപ്പുകളിൽ അടങ്ങിയിരുന്നു. 5 ഇന്ത്യക്കാരും 1 പാകിസ്ഥാനിയും ഉൾപ്പെടുന്ന 6 പേരടങ്ങുന്ന മൂന്നാമത്തെ സംഘം പ്രസിദ്ധീകരിച്ച ഉള്ളടക്കം ശത്രു രാജ്യത്തെ അതിന്റെ രാഷ്ട്രീയ സൈനിക നേതൃത്വത്തെ മഹത്വവൽക്കരിക്കുകയും അതിന്റെ പ്രാദേശിക സൈനിക ആക്രമണങ്ങളെ നേട്ടങ്ങളായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് ആരോപിച്ചു. ഇതാണ് പ്രസ്താവനയിൽ പറഞ്ഞത്. ആ സംസ്ഥാനത്തെ നേതാക്കളെ പ്രശംസിക്കുകയും ആ രാജ്യത്തെ നേതാക്കളെ പ്രശംസിക്കുകയും ശത്രുപരമായ മാധ്യമ സംവാദത്തിന് സഹായകവും ദേശീയ താൽപര്യങ്ങൾക്ക് ഹാനികരവുമായ പ്രചരണം പുനഃക്രമീകരിക്കുകയും ചെയ്തുവെന്ന് കൂട്ടിച്ചേർത്തു. ശനിയാഴ്ച 10 പ്രതികളെയും ചോദ്യം ചെയ്തതിനു ശേഷം പബ്ലിക് പ്രോസിക്യൂഷൻ ആരംഭിച്ചതായും അവരെ കസ്റ്റഡിയിൽ വിടാൻ ഉത്തരവിട്ടതായും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. UAEയിലെ വിവിധ പ്രദേശങ്ങളിൽ സ്ഫോടനങ്ങൾ, പ്രമുഖ ലാൻഡ്മാർക്കുകളിൽ സ്ഫോടനങ്ങൾ അല്ലെങ്കിൽ പുക ഉയരുന്ന വലിയ തീപിടുത്തങ്ങൾ എന്നിവ സൂചിപ്പിക്കുന്ന വ്യാജമായി കൃത്രിമമായി നിർമ്മിച്ച ദൃശ്യങ്ങൾ ഈ വ്യക്തികൾ പ്രചരിപ്പിച്ചതായി അറ്റോർണി ജനറൽ അൽ ഷംസ് പറഞ്ഞു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.